KSRTCയിൽ ഇനി മുതൽ പൈസയില്ലാതെ യാത്ര ചെയ്യാം. KSRTCയിൽ ഇനി മുതൽ പൈസയില്ലാതെ യാത്ര ചെയ്യാം. ജനുവരി മുതലാണ് പുതിയ മാറ്റം വരുന്നത്. നിരവധി പ്രത്യേകതകളോടുകൂടിയാണ് പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തുന്നത്. സാധാരണ ഒരു മൊബൈൽ ഫോണിന്റെ വലിപ്പം മാത്രമുള്ള മെഷീനുകളാണ് ഇത്തവണ കണ്ടക്ടർമാർക്ക് വിതരണം ചെയ്യുന്നത്. അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവൃത്തി പൂർത്തിയായാൽ ഉടൻ തന്നെ ടിക്കറ്റ് മെഷീനുകൾ കണ്ടക്ടർമാർക്ക് വിതരണം നടത്തും. പുതിയ ടിക്കറ്റ് മെഷീനുകൾ ട്രാവൽ കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI പേയ്മെന്റ് സംവിധാനം എന്നിവ ഉപയോഗിക്കാൻ കഴിയും. കയ്യിൽ പണം കൊണ്ടു നടക്കാതെ തന്നെ ബസ്സുകളിൽ കയറാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല, പുതിയ ടിക്കറ്റ് മെഷീനുകളിൽ പോകേണ്ട സ്ഥലത്തിന്റെ കോഡ് അടിക്കുന്നതിന് പകരം സ്ഥലത്തിന്റെ പേര് പറഞ്ഞു നൽകിയാൽ മതിയാകും. ഇത്തരത്തിൽ നിരവധി ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് KSRTC ബസ്സുകളിൽ പുതിയ ടിക്കറ്റ് സംവിധാനം എത്തുന്നത്. 2024 ജനുവരി 15 സംസ്ഥാനത്തെ KSRTC ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ട്രാവൽ കാർഡ് സംവിധാനം നടപ്പിലാകുമെന്നാണ് പുതിയ വിവരം. ഇതിന്റെ ഭാഗമായി പുതിയ ടിക്കറ്റ് മെഷീനുകൾ KSRTC ഡിപ്പോകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. പുതിയ ടിക്കറ്റ് മെഷീന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടക്ടർമാർക്ക് പരിശീലനം പൂർത്തിയാകുന്ന മുറയ്ക്ക് KSRTC ബസ്സുകളിൽ ഈ മെഷീൻ ഉപയോഗിച്ചു തുടങ്ങും. അടുത്ത വർഷം ജനുവരി 15 പുതിയ ടിക്കറ്റ് മെഷീനുകൾ ബസ്സുകളിൽ ഉപയോഗിച്ചു തുടങ്ങുമെന്നാണ് അധികൃതർ പറയുന്നത്. ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ട്രാവൽ കാർഡ് സംവിധാനം നടപ്പിലാകുമെന്നാണ് പുതിയ വിവരം. തിരുവനന്തപുരം ജില്ലയ്ക്കുള്ളിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളിൽ ട്രാവൽ കാർഡ് സൗകര്യം ഏർപ്പെടുത്തിയത് യാത്രക്കാർക്ക് ഏറെ ഉപയോഗപ്രദമായിരുന്നു. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ട്രാവൽ കാർഡ് സൗകര്യം ഏർപ്പെടുത്തി തുടങ്ങി പിന്നാലെ മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാമെന്നായിരുന്നു KSRTC നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ പദ്ധതി ആരംഭിച്ച് ഏകദേശം 1 വർഷം പിന്നിട്ടിട്ടും ജില്ലയ്ക്കുള്ളിൽ മാത്രം ട്രാവൽ കാർഡ് സൗകര്യം ഒതുങ്ങുകയായിരുന്നു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു.